കുമ്പായിക്കുച്ചാണ്ട് പാണം കത്തണമ്മ വായല പൊട്ടിച്ച് പാപ്പുണ്ടാക്കണമ്മ. കുമ്പായിക്കുച്ചാണ്ട് പാണം കത്തണമ്മ വായല പൊട്ടിച്ച് പാപ്പുണ്ടാക്കണമ്മ. അച്ഛൻ വന്നില്ലേ അമ്മ അത്തായം വെന്തില്ലേ അത്തായം കുച്ചാണ്ട് പാണം കത്തണമ്മ. കണ്ണെഴുതിയിട്ട് പൊട്ടു കുത്തിയിട്ട് പുള്ളി കുത്തിയിട്ട് ദൈവേ കണ്ണാടി ഉണ്ടോ നോക്കാം. വല്ലാത്തൊരു ഓർമ്മയാണ് ആ മനുഷ്യൻ. മണിച്ചേട്ടൻ്റെ കൂടെ ഞാൻ 2 സിനിമകൾ അഭിനയിച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ട നാട്ടുകാരൻ എന്ന സിനിമ ഞാനായിരുന്നു നെഗറ്റീവ് ക്യാരക്ടർ ചെയ്തത്. വില്ലൻ ഇൻകുലാബ് ചന്ദ്രൻ എന്നൊരു ക്യാരക്ടർ ശ്രീത് പലക് ഡയറക്ട് ചെയ്തു. കണ്ണൂരായിരുന്നു, പയ്യന്നൂരായിരുന്നു ഞങ്ങളുടെ ലൊക്കേഷനൊക്കെ. അപ്പോൾ എല്ലാ ദിവസവും രാത്രിയാകുമ്പോൾ മണിച്ചേട്ടൻ ഒരു വിഭവം ഉണ്ടാക്കി നമുക്ക് തരും കഴിക്കാൻ. എല്ലാ ദിവസവും രാത്രി ഷൂട്ട് കഴിഞ്ഞ് വന്നതിന് ശേഷം എല്ലാ ദിവസവും 2 ദിവസം കൂടെ ഇരുന്നിട്ട് 3-ന്റെ നമ്മളെ കണ്ടിൽ തിരക്കി വരും. ദിലീപിനെ പറഞ്ഞങ്ങ് വിടും, നിങ്ങൾ വിളിച്ചോണ്ടോ എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇരുന്ന് പാട്ടും പാടി ബഹളവും വെച്ച് നമ്മളിങ്ങനെ ഇരിക്കും. പിറ്റേ ദിവസം ഇങ്ങനെ തന്നെ ഇടയ്ക്ക് ബ്രേക്ക് ടൈമിന് മണിച്ചേട്ടൻ്റെ ക്യാരവിൽ എന്നെ അവിടെ കൊണ്ടുപോയിരുന്നു. എന്നിട്ട് പഴയ സിനിമകളൊക്കെ ഇട്ട് നമ്മളിങ്ങനെ കണ്ട് ഭയങ്കര ബന്ധമായിരുന്നു. ഇതുപോലെ മണിച്ചേട്ടനെ കുറിച്ച് പറയുമ്പോൾ എല്ലാവർക്കും ഇതുപോലെ ബന്ധങ്ങൾ പറയാനുണ്ടാവും. പക്ഷെങ്കിലും പെട്ടെന്ന് ഇങ്ങനെ പറഞ്ഞത് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തു. മണിച്ചേട്ടൻ എന്ന് പറയുമ്പോൾ നമുക്കൊക്കെ അതാണ് മലയാളിക്ക് ഇങ്ങനെ മണ്ണിൻ്റെ മണമുള്ള കലാകാരന്മാർ വലിയ ഇഷ്ടമാണ്. അത് നമ്മളൊക്കെ ഹൃദയത്തോട് ചേർത്ത് വെക്കുന്നത് എങ്ങനെയാണ്. അതുകൊണ്ടാണ് ഇപ്പൊ ഈ സന്നിയുടെ പാട്ടുകൾ പോലും നമുക്ക് അതാണ് ഇഷ്ടം. അല്ലേ, നമ്മുടെ സ്വന്തമാണ് അവരൊക്കെ. അതാണ് അല്ല, ഓരോ ദേശത്തിനും ഓരോ മഹിമയുണ്ടാവും. ഇന്ത്യ എന്ന് പറയുമ്പോൾ നമ്മൾ മഹാത്മാഗാന്ധിന് ഓർമ്മ വരും. ചാലക്കുടി എന്ന് പറയുമ്പോൾ മണിച്ചേട്ടൻ. ചാലക്കുടി മാത്രമല്ല തന്നെ മലയാളി എവിടെയുണ്ടോ അവിടെയൊക്കെ മണിച്ചേട്ടൻ മണി മുടക്കം അവിടെ അല്ലേ, ലോകത്തിന്റെ അല്ലേ ഏത് കോണി പോയാലും മണിച്ചേട്ടൻ. അല്ല, ആ ദേശത്തിന് നമ്മള് കുറച്ചുകൂടി അഭിമാനം. ഇപ്പൊ ചാലക്കുടി എന്ന് പറഞ്ഞാൽ അതിന്റെ ഫസ്റ്റ് നമ്മൾ പോകുന്നത് മണിയിലേക്ക്. മണി കഴിഞ്ഞിട്ടേ ഉള്ളൂ ബാക്കിയെല്ലാം.